അല്ല IPS വന്നില്ലല്ലോ. വരില്ല. തെരുവിന്റെ സന്തതിയാണെന്ന് അറിഞ്ഞു കാണുമല്ലോ. പോയി IPSനോട് പറ, അനാഥാലയത്തിൽ ഒരു പെണ്ണുണ്ട്, സ്വീകരിക്കുമെന്ന്. മോളെ, അവിടെയാണ് നീ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യമുള്ളത്. ഓ, സത്യങ്ങൾ ഇനിയും തീർന്നിട്ടില്ലേ? നിന്നെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണെന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞിരുന്നു. അതറിഞ്ഞപ്പോ അവന് നിന്നോട് പ്രത്യേക വാത്സല്യമോ സ്നേഹമോ ഒക്കെ തോന്നി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന സഞ്ജീവന് നീ ഒരു അത്താണിയാവുമെന്നും അവൻ പ്രതീക്ഷിച്ചു. ഒരിക്കലും ആ സത്യം നിന്നെ അറിയിക്കില്ലെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിരുന്നു. എന്തെല്ലാം തെറ്റുകൾ നിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു അനാഥയാണെന്ന് പറഞ്ഞ് അവൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് സഞ്ജീവൻ. അവൻ വലിയ മനുഷ്യനാണ്. അതെ മോളെ, സഞ്ജീവൻ ദൈവമാണ്. IPS വന്നിട്ട് ഒത്തിരി നേരമായോ? എല്ലാരും പറയുന്നു IPS ദൈവമാണെന്ന്. ശരിയാ? അല്ലെങ്കിൽ ആരോരും ഇല്ലാത്ത ഒന്നുമല്ലാത്ത ഒരു അനാഥ പെണ്ണിനെ ഇത്രയും കാലം സഹിക്കോ? പക്ഷെ IPS ദൈവമാണെന്ന് മനസ്സിലാക്കാൻ ഈ പൊട്ടിപ്പെണ്ണിന് കഴിഞ്ഞില്ല. സഹതാപം തോന്നിയിട്ട് ഒരു അനാഥ പെണ്ണിന് ജീവിതം കൊടുക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയെ പുതിയൊരു ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതാ. IPSനെ വിളിക്കാൻ വരരുതായിരുന്നു. എന്റെ മുന്നിൽ IPS തോൽക്കാൻ പാടില്ല. തെറ്റെയ്തത് ഞാനല്ലേ? അങ്ങയുടെ പെങ്ങന്മാരോട്, അച്ഛനോട് ഒരുപാട് തെറ്റുകൾ. എനിക്ക് ശിക്ഷയൊന്നും പോരാ. ഇനിയും ഞാൻ ശിക്ഷിക്കപ്പെടണം. എന്നെ ഞാൻ തന്നെ ശിക്ഷിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. IPS പൊയ്ക്കോളൂ. IPS ദൈവമല്ലേ? ദൈവത്തെ നേരിട്ട് കണ്ട വണങ്ങണല്ലോ.